നിങ്ങൾ കൈ കാണിക്കാൻ നിർത്തുന്നതാരാ? നിങ്ങൾ ഉണ്ടാക്കിയിട്ടേക്കുന്ന പെർമിറ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടേക്കുന്ന പെർമിറ്റാണ്. നിങ്ങൾ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കണം. നിങ്ങൾ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കണം. എൻ്റെ അടുത്ത് വേണ്ട. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചേ എന്തെങ്കിലും വന്നായത് സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് കൈ കാണിച്ചിട്ട് ബസ് നിർത്തിയില്ല എന്ന് ആരോപിച്ച യാത്രക്കാരൻ ബസ് തടയുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതി. പത്തനാപുരം ആങ്ങാമൂഴി റൂട്ടിൽ സർവീസ് നടത്തുന്ന ആലിയ ബസ്സിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഈ ബസ് ഉടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഇന്നലെ സുഖത്തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു 11 മണിയായി. 11 മണിയായിക്കാണ് മണിയാറ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നൊരു കയറ്റമാണ്. അവിടെ ഒരു വണ്ടി നിർത്തുന്നതല്ല, ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആയതുകൊണ്ട് അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. ആ കയറ്റത്ത് വെച്ച് കൈ കാണിച്ചു, അവിടെ വണ്ടി നിർത്തിയില്ല. നമ്മൾ വണ്ടി സ്ഥിരം പോരുന്ന പോലെ പോന്നപ്പോൾ തന്നെ ഞാൻ കണ്ട് ഗ്ലാസ് ഇവിടെ അവിടെയൊക്കെ തപ്പുന്ന കല്ല് നോക്കി, കല്ലൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഒരു 4 കിലോമീറ്ററും പുള്ളി ഒരു സ്കൂട്ടിയായിട്ട് ഒരു ചെറുക്കനെയും പുറകെ കയറ്റി പുറകെ വന്നു വണ്ടിക്ക് കുറുക്ക് വെച്ചു, ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എല്ലാം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നാളെ രാവിലെ അതേസമയം അവിടെ ചെല്ലുമ്പം കൈ കാണിച്ച് നിർത്തിയില്ലെങ്കിൽ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഈ സ്റ്റോപ്പില്ലാത്ത സ്ഥലത്താണ് ഇയാൾ കൈ കാണിച്ചത്? സ്റ്റോപ്പില്ലാത്ത സ്ഥലത്താണ് കൈ കാണിച്ചത്. അവിടെ സാധാരണ ഒരു വണ്ടി നിർത്തില്ല, കയറ്റം മണിയാറ് സ്റ്റോപ്പ് കഴിഞ്ഞ് അങ്ങോട്ട് കയറി വരുന്ന കയറ്റമാണ്. പിന്നാലെ മറ്റാരുടെയോ ബൈക്ക് എടുത്തുകൊണ്ട് ബസ്സിൻ്റെ പിന്നാലെ വരികയും ബസ് തടയുകയായിരുന്നു അല്ലേ? പിന്നാലെ വന്ന് ബസ് തടയും, ബസ്സിന് കൊണ്ട് കുറുക്ക് വെക്കുമായിരുന്നു. ആ ബസ് ചവിട്ടി വണ്ടി നിന്നില്ലെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ കയറി ഇറങ്ങും. അതിന് ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യേണ്ടി വന്നേനും. പിന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അയാളുടെ കൂടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുണ്ടായിരുന്നു, ഒരു കുട്ടിയുണ്ടായിരുന്നു. ഹെൽമെറ്റും ഇല്ലായിരുന്നു, ഒന്നുമില്ല. വണ്ടിക്ക് ഇൻഷുർ പോലും ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങളുടെ ട്രിപ്പ് മുടങ്ങിയോ ഇയാൾ ഈ വണ്ടി തടഞ്ഞതുകൊണ്ട്? പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള മുടങ്ങി പത്തനാപുരം വരെ പോയില്ല, പിന്നെ പോകാൻ പറ്റിയില്ല. അവിടുന്ന് തിരിച്ച് പത്തനംതിട്ട വരെയുള്ള ട്രിപ്പ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നഷ്ടം വന്നിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ് ഇന്ന് തടയുമെന്നാൽ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ ട്രിപ്പ് പോവുക, എന്താണെന്ന് അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഞങ്ങൾ പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ പരാതി ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വരത്തില്ല. നാളെ RTOയ്ക്കും വേണ്ടപ്പെട്ടവർക്കും നാളെ ബാക്കി ഇവിടെ കൊടുക്കുന്നതായിരിക്കും, പരാതി കൊടുക്കും. പത്തനാപുരം ആങ്ങാമൂഴി റൂട്ടിൽ സർവീസ് നടത്തുന്ന ആലിയ എന്ന ബസ്സാണിത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു യാത്രക്കാരൻ കൈ കാണിക്കുന്നു. ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കൂടിയാണ്, അതുകൊണ്ട് തന്നെ അവിടെ നിർത്തേണ്ട ആവശ്യം കൂടിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ബസ് നിർത്തിയില്ല എന്നാരോപിച്ച ആ യാത്രക്കാരൻ മറ്റൊരു ബൈക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഒരു കുട്ടിയെയും കയറ്റി ഈ ബസ്സിന് പിന്നാലെ വരികയും ബസ് തടഞ്ഞു നിർത്തുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. അസഭ്യം വിളിച്ചുവെന്നും പരാതിയുണ്ട്. എന്താണെങ്കിലും ഈ ബസ്സിൻ്റെ 2 ട്രിപ്പുകൾ അതുകൊണ്ട് തന്നെ മുടങ്ങിപ്പോയി. ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ ബസ് ഉടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നാളെ മോട്ടോർ വാഹന വകുപ്പിനും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും ഈ വിഷയത്തിൽ പരാതി നൽകുമെന്നാണ് ബസ് ഉടമ പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.